എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ചോപ്പർ അവൻ ഓടി വന്ന് നമ്മുടെ ആൾക്കാരോട് പറയും ആ രണ്ട് ജയന്റുകള് അവർ നാമിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് ആ ബ്രൗൺ ബിയർഡിനെ ഷൂട്ട് ചെയ്ത് കൊന്നു. റോബിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ജയന്റ്സ് അവറ്റകൾ രണ്ടും നമ്മുടെ ആൾക്കാരെയും ആ ബ്രൗൺ ബിയർഡിനെ കൊന്ന് അവർ രക്ഷിച്ചു കൊണ്ടുവന്ന ആ കുഞ്ഞുങ്ങൾ അവരെ തിരികെ പിടിക്കാനാണ് അവരുടെ പദ്ധതിയെന്ന്. അവരിപ്പോഴും അറ്റാക്ക് ചെയ്യാനായിട്ട് ഏതോ ഒരു ഭാഗത്ത് മറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും റോബിന് മനസ്സിലാവും. നമ്മുടെ ആൾക്കാർക്ക് പിടിയിട്ടും അവന്റെ മാസ്റ്റർ അവൻ ശരിക്കും ബാഡായിട്ടുള്ള ഒരാളാണ്. കാരണം സ്വന്തം ടീംമേറ്റിനെ പോലും യാതൊരു ദയവില്ലാതെ അവൻ കൊന്നുകളഞ്ഞു. സോ ഇങ്ങനെയുള്ളൊരു ദുഷ്ടന്റെ കയ്യിൽ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും നാമിയെയും കിട്ടിയ അവൻ ഒരു കാരണവശാലും അവരെ ജീവനോട് കൂടെ വിടില്ല. സോ എന്ത് വില കൊടുത്തും അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ഇപ്പൊ ചോപ്പർ തീർത്തു പറയും. പറയും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യ്, എത്രയും വേഗം ഞാൻ നാമിയായിട്ട് തിരികെ വരുമെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. ചോപ്പറിന്റെ ബോഡിയിലുള്ള ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേട്ട് സഹിക്കില്ല. അവർക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബോഡി അത് അടിച്ചോണ്ട് പോകും, ഞാനത് വിട്ടുകൊടുക്കില്ല. ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പൊ ചോപ്പറിനോട് അവന്റെ റംബിൾ ബോള് അത് ചോദിക്കും. ഉടനെ ചോപ്പറും അവന്റെ കയ്യിലുണ്ടായിരുന്ന റംബിൾ ബോള് ഇപ്പൊ ഫ്രാങ്കിക്ക് എടുത്തു കൊടുക്കുകയാണ്. ചോപ്പർ ആണെങ്കിൽ അവനൊരു വാണിംഗ് കൊടുക്കും, നീ ആ റംബിൾ ബോള് അത് കഴിച്ച് 3 മിനിറ്റ് മാത്രമേ ജയന്റ് ആയിട്ട് ഇരിക്കാൻ കഴിയൂ, അത് കഴിഞ്ഞ നിന്റെ ബോഡി മുഴുവൻ വീക്കായി നിനക്ക് നടക്കാൻ പോലും പറ്റില്ല. ചോപ്പർ അത് പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് അവൻ അതിൽ ഒരു റംബിൾ ബോൾ എടുത്ത് വായിലേക്ക് ഇടുകയാണ്. അടുത്ത സെക്കൻഡ് അവൻ ജയന്റ് ആയി മാറും. ഫ്രാങ്കിയുടെ കൺട്രോൾ പോയി അവനിപ്പോ ലൂഫിയെ അടിക്കാൻ അവന്റെ പിന്നാലെ ഓടും. ലൂഫി ആണെങ്കിൽ രക്ഷിക്കടാ എന്ന് നിലവിളിച്ച് ഉഷാറായിട്ട് ഓടും. ചോപ്പറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ പറഞ്ഞു തീർക്കുന്നതിന് മുൻപ് തന്നെ ഫ്രാങ്കി പണി പറ്റിച്ചു. കട്ട് ചെയ്ത ആ വില്ലന്റെ ലാബ് കാണിക്കും. ആ ചീഫ് വില്ലൻ ആണെങ്കിൽ ഇപ്പൊ ഫ്രാങ്കിയുടെ ബോഡി കണ്ട് ഷോക്കാവും. കാരണം അവന്റെ ബോഡിയിൽ സൈബോർക്കിലുള്ള ചില പാർട്സും ടെക്നിക്സ് ഒക്കെ അവൻ കാണും. മാത്രമല്ല വേഗ് ഓഫ് പങ്കിന്റെ ടെക്നോളജി ആയിട്ടുള്ള ആ ലേസർ പവർ അതും അവൻ ഫ്രാങ്കിയുടെ ബോഡിയിൽ കണ്ടെത്തും. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ബോഡി അതെന്റെ കയ്യിൽ കിട്ടണം. വേഗ് ഓഫ് പങ്കിന്റെ ആ ഒരു ടെക്നോളജി അത് ഞാൻ എന്റെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യും. ആ വില്ലന്റെ അസിസ്റ്റൻസ് പറയും, ആ G5 നേവിക്കാരെ അവരെയും ഞങ്ങൾ തല്ലി ഓടിച്ചു. അവര് വളരെ കുറച്ചു പേരാണ് കപ്പൽ അടിച്ചു മാറ്റാൻ അവിടേക്ക് വന്നത്. ഈസി ആയിട്ട് 4 പേര് ഒരാളെ വെച്ച് ഞങ്ങൾ തല്ലി കൊന്നു. അപ്പൊ കറക്റ്റ് സമയത്ത് അവിടേക്ക് പുതിയ അപ്ഡേറ്റ് വരും. സ്മോക്കറും ടീമും അവരവിടേക്ക് വന്ന് വില്ലന്റെ അസിസ്റ്റൻസിനെ മുഴുവൻ അറഞ്ചം പുറഞ്ഞം തല്ലി കൊന്നെന്ന്. വില്ലനാണെങ്കിൽ അത് സഹിക്കില്ല. ഓഹോ അങ്ങനെയാണോ കാര്യങ്ങൾ, എങ്കിൽ എന്റെ അടുത്ത കണ്ടുപിടുത്തം അത് യൂസ് ചെയ്യാൻ ടൈമായെന്ന് പറഞ്ഞ് ആളിപ്പോ ഭയങ്കരമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് മൗണ്ടൈനിന് പുറകിലുള്ള മറ്റൊരു ലാബ് കാണിക്കും. അവിടെയാണെങ്കിൽ വലിയ വലിയ ചങ്ങലയൊക്കെ ഉപയോഗിച്ച് നാമിയെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവൾ ടെൻഷനായിട്ട് പറയും, ഞാനൊരു സൈബോർക്കാണ്, എന്നെ തൊട്ടാ നിങ്ങളെ എല്ലാവരെയും ലേസർ പവർ ഉപയോഗിച്ച് ഞാൻ അറ്റാക്ക് ചെയ്യും. മാത്രമല്ല എന്റെ ഫ്രണ്ട്സ് ചില്ലറക്കാരല്ല, ഈ കാര്യം അവരറിഞ്ഞ ഉറപ്പായാലും നിങ്ങളെ വെറുതെ വിടില്ല എന്നവള് പറയുമ്പോഴേക്കും വലിയൊരു പീരങ്കി ഇപ്പൊ അവൾക്ക് നേരെ പോയിന്റ് ചെയ്യും. വില്ലന്മാരാണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. നിനക്ക് ഞങ്ങളെ കുറിച്ച് ശരിക്കറിയില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒന്ന് വിരളിഞ്ഞൊടിക്കേണ്ട താമസമുള്ളൂ നിന്നെ ഞങ്ങൾക്ക് കൊല്ലാൻ. പക്ഷേ നിന്നെ ഇപ്പോ ഞങ്ങളുടെ ചീഫിന് ആവശ്യമാണ്, നിന്റെ ബോഡി പാർട്സ്. അതുകൊണ്ട് കാലം ഞങ്ങൾ നിന്നെ കൊല്ലാതെ ബോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. മര്യാദയ്ക്ക് മിണ്ടാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണെങ്കിൽ നിനക്ക് അല്പനേരം കൂടെ ആയുസ് ഉണ്ടാവും. നിന്റെ ഫ്രണ്ട്സിനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഓൾറെഡി ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് താഴെയുള്ള സ്പൈക്ക് അവൾക്ക് കാണിച്ചു കൊടുക്കും. അവനത് പറയുമ്പോഴേക്കും നാമിയുടെ പേര് ഒച്ചത്തിൽ നിലവിളിച്ച് ഇപ്പൊ നമ്മുടെ ചെക്കൻ ലൂഫിയും ഫ്രാങ്കിയും അവർ രണ്ടുപേരും അവിടേക്ക് ഓടിയെത്തും. ലൂഫി ആ സ്പൈക്സ് നോട്ട് ചെയ്ത് അവന്റെ ഹോക്കി പവർ ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ച അട്ടിച്ച് സ്പൈക്സ് തകർക്കും. അതേസമയം വില്ലന്മാര് അവർ ലൂഫിയെ എയിം ചെയ്ത് അറഞ്ചം പുറഞ്ച് ഷൂട്ട് ചെയ്യും. നമ്മുടെ ചെക്കൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവരെ വെട്ടിത്തിരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് ജസ്റ്റ് മിസ്സിന് തെന്നി മാറും. ലൂഫിക്കാണെങ്കിൽ അവന്റെ സ്പീഡിനൊത്ത് ചലിക്കാൻ പറ്റുന്നില്ല. അവറ്റകൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സ്പീഡാണ്. അതേസമയം സെന്റോഴ്സ് അവരാണെങ്കിൽ അവരുടെ നേതാവ് പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് വരും. അവരാണെങ്കിൽ ഒരു വെയർ ഹൗസിന് മുൻപിലെത്തും. രണ്ടുപേര് ചേർന്ന് അതിന്റെ ഡോറ് പതിയെ തള്ളി നീക്കും. ആക്ച്വലി ഈ ഒരു ഡോറ് ഇതിനു മുൻപ് മാസ്റ്റർ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. അതേ മാസ്റ്റർ തന്നെയാണ് ഇപ്പൊ ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്. അവർ ആ ഡോർ ഓപ്പൺ ചെയ്യും. അപ്പൊ ദൂരത്തുനിന്നായിട്ട് എന്തൊക്കെയോ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആ ഡോർ ഓൾമോസ്റ്റ് മുഴുവനായിട്ട് തുറക്കുമ്പോ അകത്തു നിന്ന് വലിയൊരു ശബ്ദം കേട്ട് ഒരു പകച്ചുപോയി അവിടേക്ക് തന്നെ നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഓരോ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ആ ജയന്റുകളെ അവറ്റകളെ എങ്ങനെയെങ്കിലും തകർത്ത് നമ്മുടെ നാമിയെ രക്ഷിക്കാൻ പറ്റുമോ ശ്രമിക്കും. പക്ഷെ അവറ്റകളാണെങ്കിൽ വളരെ സ്പീഡിൽ
സ്കേറ്റ് ഒക്കെ ചെയ്ത് ആ ഐസിലൂടെ തെന്നി മാറി ഇപ്പൊ ലൂഫിക്ക് നേരെ വരികയാണ്. അതിലൊരുത്തനാണെങ്കിൽ വലിയൊരു ബുള്ളറ്റ് ഇപ്പൊ ലൂഫിക്ക് നേരെ അട്ടിച്ചു വിടും. ലൂഫി അത് അവന്റെ ബോഡി അങ്ങനെ ജയന്റ് ആക്കി മാറ്റി അതിലേക്ക് ക്യാച്ച് ചെയ്യും. ലൂഫി ഒരു സെക്കൻഡ് ഇപ്പൊ റെയിലി പറഞ്ഞ കാര്യം ആലോചിക്കും. വെറുതെ ബോഡി ഉപയോഗിച്ച് ബുള്ളറ്റ്സ് ക്യാച്ച് ചെയ്തിട്ട് കാര്യമില്ല, അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് തിരിച്ചടിക്കണം, അതിലേ പ്രയോജനമുള്ളൂ. ഉടനെ നമ്മുടെ ചെക്കൻ ഉഷാറായിട്ട് ആ വില്ലനെ അങ്ങനെ എയിം ചെയ്യും. അതിനുശേഷം ഗം പിസ്റ്റൽ പവർ എന്നൊക്കെ പറഞ്ഞ് ആ വില്ലനെ എയിം ചെയ്ത് ആ വലിയ ബുള്ളറ്റ് അവന് നേരെ കറക്കി അടിക്കും. ഇവിടെ വില്ലനാണെങ്കിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ആ ബുള്ളറ്റ് ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് അവൻ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കും. സെക്കൻഡുകൾ കൊണ്ട് ആ വലിയൊരു ബുള്ളറ്റ് വന്ന് ഇടിച്ച് അവൻ താഴെ വീഴും. അതേസമയം ഫ്രാങ്കി ആണെങ്കിൽ വില്ലന്മാരെ അറ്റാക്ക് ചെയ്യാതെ ഇപ്പോഴും ലൂഫിയെ തന്നെ ഇട്ട് ഓടിക്കുകയാണ്. കട്ട് ചെയ്ത ആ ബുള്ളറ്റ് കൊണ്ട വില്ലൻ അവനിപ്പോ എഴുന്നേറ്റ് നിന്ന് ദൂരത്തായിട്ട് ഒരു മല, അതിനെ നോക്കി ഷൂട്ട് ചെയ്യും. ആ വലിയ മൗണ്ടെയിന്റെ ടിപ്പാണെങ്കിൽ അതങ്ങനെ തകർന്ന് നമ്മുടെ ചെക്കന്മാർക്ക് നേരെ പോവും. നാമി നിലവിളിച്ച് കരയും, ലൂഫി, ചോപ്പർ, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, ആ മൗണ്ടെയിൻ ടോപ്പ് അത് നിങ്ങളുടെ ദേഹത്തേക്കാണ് വീഴുക. ലൂഫിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ഫ്രാങ്കിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് ആ സെക്കൻഡ് വില്ലൻ അവനാണെങ്കിൽ ഗണ്ണൊക്കെ വെച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എയിം ചെയ്യും. അത്രയും നേരവും കൺട്രോൾ പോയ നമ്മുടെ ഫ്രാങ്കി അവൻ മുകളിൽ നിന്ന് ഉരുണ്ടു വരുന്ന ആ വലിയൊരു ടിപ്പ് കാണും. അത് തൂക്കിയെടുത്ത് പൊച്ചറം കറങ്ങി അവൻ ആ വില്ലിന് നേരെ വലിച്ചെറിയും. അത് വന്ന് ഇടിച്ച് വില്ലൻ അടിച്ചു വീഴും. ലൂഫി ആണെങ്കിൽ ഷോക്കാവും. ഫ്രാങ്കിക്ക് ഇത്രയും പവർ ഉണ്ടോ, എന്തായാലും കുഴപ്പമില്ല, ഒരുത്തന്റെ കാര്യം തീരുമാനമായെന്ന് പറഞ്ഞ് ലൂഫി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ആശ്വസിച്ച് നിൽക്കും. അപ്പോഴായിരിക്കും ഫ്രാങ്കി അവൻ വീണ്ടും ഇപ്പൊ ലൂഫിക്ക് നേരെ തിരിയുക. ലൂഫിക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. ഇനിയും ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല, ഞാൻ പ്രതികരിച്ചേ പറ്റൂ. ലൂഫി അവന്റെ തേർഡ് ഗിയറിലേക്ക് പോയി ഒരൊറ്റ അടി. ഫ്രാങ്കി ആണെങ്കിൽ തലയും കുത്തി താഴെ വീഴും. നാമിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, ആ വില്ലന്മാരെ കഴിഞ്ഞും ടെററായിട്ടാണ് ഇപ്പോ ഫ്രാങ്കി അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കുമ്പോ അതിൽ ബാക്കിയുള്ള ഒരു വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ നാമിയെ തൂക്കിയെടുത്ത് ഉഷാറായിട്ട് ഓടും. ലൂഫിയും വിട്ടുകൊടുക്കാതെ അവന്റെ പിന്നാലെ ഓടും. അവൻ വിളിച്ചു പറയും, ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, സോ നിനക്ക് ഞങ്ങളെ ഫോളോ ചെയ്ത് പിടിക്കാൻ പറ്റില്ല. ലൂഫി തോറ്റു കൊടുക്കാൻ തയ്യാറാവാതെ അവന്റെ പിന്നാലെ പോവും. വില്ലന് സൈസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവൻ വളരെ വേഗത്തിൽ മൂവ് ചെയ്യും. വില്ലനാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഓടി ഒരു ഗുഹയുടെ അകത്തേക്ക് പോവും. ലൂഫിയും വിട്ടുകൊടുക്കാതെ ആളുടെ പിന്നാലെ പോയി ആ ഗുഹയ്ക്കകത്തേക്ക് കയറും. അടുത്ത നിമിഷം വില്ലനാണെങ്കിൽ മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് ഐസുകളെല്ലാം തകർത്ത് ലൂഫിക്ക് നേരെ ഇടുകയാണ്. അതിനുശേഷം നിർത്താതെ അവൻ മുകളിലേക്ക് ചാടി കയറി ഓടും. ലൂഫിയും വിടില്ല. അവനും അവനെ കൊണ്ട് പറ്റും പോലെ കൈയൊക്കെ നീട്ടി മുകളിലേക്ക് പാഞ്ഞു കയറും. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോൾ ലൂഫിയുടെ കൈ തന്നെ അവ താഴേക്ക് തന്നെ പോകും. വില്ലനാണെങ്കിൽ ആ വലിയ മല ചാടി ഓടി കയറി ഇപ്പൊ ട്രഫാൽഗർ ലോർഡ് അടുത്തേക്ക് എത്തും. ഹലോ, ഇത് ഞാനാണ്, നീ ഫ്രീ ആണെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യോ? എന്റെ പിന്നാലെ ആ സ്ട്രോഹാർ ലൂഫി ഉണ്ട്, അവനെ ഒന്ന് കൊന്നു തള്ളോ? അത് കേൾക്കേണ്ട താമസം ട്രഫാൽഗർ ലോ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവനെ രണ്ടായിട്ട് വെട്ടി താഴെയിടും. നാമി അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവും. ഉടനെ ആ സെക്കൻഡ് വില്ലൻ അവനാണെങ്കിൽ ട്രഫാൽഗർ ലോയെ ലക്ഷ്യം വെച്ച് ഓടിയെത്തും. ട്രഫാൽഗർ ലോ പുറകിലേക്ക് കുതിച്ചു ചാടി ഒരു ഷോക്ക് പവർ അതങ്ങനെ കയ്യിൽ ജനറേറ്റ് ചെയ്ത് അവന്റെ നെഞ്ചിൽ ആഞ്ഞെട്ടിക്കും. ആ ഒരു അടിയിൽ അവന്റെ കാറ്റും പോകും. കറക്റ്റ് ടൈമില് ഇപ്പൊ ലൂഫി അവിടേക്ക് ഓടിയെത്തും. ട്രഫാൽഗർ ലോയോട് ലൂഫി താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്, നീ വീണ്ടും എന്നെ സഹായിച്ചു അല്ലേ? നാമിയുടെ ലൈഫ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത് നീ എനിക്ക് തിരികെ തന്നു. ആക്ച്വലി നമ്മുടെ ട്രഫാൽഗർ ലോ അവൻ ലൂഫിയെ മീറ്റ് ചെയ്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കാത്തിരിക്കുകയായിരുന്നു. അവനാണെങ്കിൽ ലൂഫിയോട് പറയും, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് പുറത്തു പോയ ന്യൂ വേൾഡില് വലിയൊരു പ്രോബ്ലം ക്രിയേറ്റ് ആവും. ഈ ന്യൂ വേൾഡിൽ ജീവിക്കണമെങ്കിൽ ഒന്നുകിൽ ആ 4 എംപറേഴ്സിനെ അവരെ എതിർത്ത് തോൽപ്പിക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് വഴങ്ങി ജീവിക്കണം. എനിക്കറിയാം എന്നെ പോലെ തന്നെ നിനക്കും ആരുടെ അണ്ടറിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന്. സോ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ഒന്നായിട്ട് നിൽക്കണം. എന്റെ കയ്യില് ആ 4 എംപറേഴ്സ് അവരെ തകർക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞവൻ ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.